ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനുസ്മരണ സമ്മേളനം നടത്തി. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയാണ് ഭരണിക്കാവിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനുസ്മരണ സമ്മേളനം നടത്തിയത്. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭരണിക്കാവിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി തുണ്ടിൽ നൌഷാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പാർലമെന്റിൽ കൊണ്ടുവരാൻ പോകുന്ന ഭരണഘടനാ ഭേദഗതി അവർക്കറിയാം ഇത് നടക്കത്തില്ല എങ്കിലും അവർ അവതരിപ്പിക്കുവാൻ പോകുന്നത് ഇത് നടക്കാൻ പോകുന്ന 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ കൈവെള്ളയിൽ ഒതുക്കുവാൻ വേണ്ടിയാണ്, സ്ത്രീ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ വേണ്ടിയാണ് ഈ സ്ത്രീ സംവരണ ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ലല്ല അവതരിപ്പിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നോട്ടിനകത്ത് ആ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ജയിക്കുമെന്ന് BJP പറഞ്ഞ 400 സീറ്റ് ജയിച്ചിരുന്നുവെങ്കിൽ അതിനു മുമ്പ് പണി തുടങ്ങിയതാണ് ഈ പാർലമെന്റിന്റെ. 535 അംഗങ്ങളുള്ള ഒരു പാർലമെന്റ് ഒരു പക്ഷേ അതിന്റെ ഒരു 10% 20% വർധനമുണ്ടായാൽ 650 പേരെ ഉൾക്കൊള്ളുവാനുള്ള സംവിധാനം ഒരുക്കാൻ മതി. പക്ഷേ 880 പേരെ ഉൾക്കൊള്ളുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി ഈ പാർലമെന്റ് പുതിയ മന്ദിരം നിർമ്മിക്കുവാൻ ഈ BJPയും നരേന്ദ്രമോദിയും തീരുമാനിച്ചത് അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ദിനേശ് ബാബു, M. തോമസ് വൈദ്യൻ, N. സോമൻ പിള്ള, K. സാവിത്രി, PM സെയ്ത, MY നിസാർ, ഗോപൻ പെരുവേലിക്കര, R. കൃഷ്ണകുമാർ, ശ്രീജിത്ത് കല്ലട, ഷിബു മൺറോ, സിജു കോശി വൈദ്യൻ, KG ജയചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.